ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതിയുമായി സംസാരിച്ചതെല്ലാം തന്നെ റെക്കോർഡാക്കി എടുക്കുകയാണ് പൂജ. അങ്ങനെ വീട്ടിൽ വന്ന ശേഷം എല്ലാവരും കൂടിയിരുന്ന് ഈ വോയിസ് എല്ലാം കേൾക്കുകയുണ്ടോ. അങ്ങനെ സ്വാതിയുടെ വോയിസ് കേൾക്കുന്ന സമയത്ത് മധു ആൻറ്റിക്കും അച്ചമ്മയ്ക്കും മാധുരിക്കും വസന്തനും എല്ലാവർക്കും നല്ല സംശയം വരികയാണ്. കനകേച്ചി അടക്കം സംശയം പറയുകയാണ് കേട്ടോ. അവളെ എൻ്റെ കയ്യിൽ കിട്ടി രണ്ടങ്ങ് പൊട്ടിച്ചേനെ എന്നൊക്കെയാണ് കേട്ടോ കനകേച്ചിയൊക്കെ പറയുന്നത്. അങ്ങനെ മധു ആൻറ്റി പറയുന്നുണ്ട്, അവളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അവളൊരു പഠിച്ച കള്ളിയാണെന്ന് എന്ന് പറയുമ്പോൾ മാധുരി കൂടി പറയണം, അത് മധു പറഞ്ഞത് ശരി തന്നെയാണ്. അവളെ കൊണ്ട് ആരൊക്കെയോ പറയിപ്പിക്കുന്നത് പോലെയുണ്ട്, എല്ലാം പഠിച്ചു വെച്ച് പറയുന്നത് പോലെയാണ് അവളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്നൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ സ്വാതിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പൂജയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സ്വാതിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാനൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ സ്നേഹയും പൂജയും കൂടിയിട്ട് അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ കോടതിയിൽ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി പറയണം എന്ന് തന്നെയാണ് കേട്ടോ. സ്വാതി ഒരു പെരുങ്കള്ളിയാണെന്നുള്ളതൊക്കെ തെളിവ് സഹിതം തെളിയിക്കണം എന്ന് തന്നെയാണ് പൂജയുടെ ഉറച്ച തീരുമാനം. അപ്പോൾ മാധുരിയമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു ഇതിൽ പ്രിയ കൂടി അറിഞ്ഞും കൊണ്ടാണ് ഇങ്ങനെ ഒരു ചതി അർജുനെ വരുത്തി വെച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പ്രിയയുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ വസന്തം പറയാണ്, ഞാനും മധുവും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. എങ്ങനെയെങ്കിലും മധുവിനെ പ്രിയയുടെ മുന്നിൽ എത്തിക്കണം. അതിനൊരു വഴി തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് കൂടി പറയാണ്. അങ്ങനെ അഖില് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അർജുനേട്ടൻ്റെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് കൂടി പറയട്ടോ. പിന്നീട് ആനന്ദും മാധുരിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പൂജയെക്കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. പൂജ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഈ വീട്ടിലിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, നല്ല ധൈര്യം തോന്നുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു ആശ്വാസമാണ് പൂജ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് കിട്ടിയത്. ഇപ്പോൾ അമ്മയുടെ മനസ്സിലും കനകീച്ചിയുടെ മനസ്സിലും മധുവിൻ്റെ മനസ്സിലൊക്കെ ഒരു ധൈര്യവും ഉഷാറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അർജുനെ എത്രയും പെട്ടെന്ന് നിരപരാധിത്വം തെളിയിച്ച് പൂജ പുറത്തു കൊണ്ടുവരുമെന്നുള്ളത് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. ഇതുവരെ എനിക്ക് ദൈവത്തിനോട് ഒരു തരം വെറുപ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കൊരു വിശ്വാസവും ഒരു ആത്മബലവും ഒക്കെ തോന്നുന്നുണ്ട് ആനന്ദേട്ട എന്ന് കൂടി പറയട്ടോ. അങ്ങനെ ആനന്ദും അതേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട്, പൂജയുടെ ഈ തീരുമാനം വളരെ ശരിയാണ്. ഇപ്പോൾ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടിത്തുടങ്ങുന്നുണ്ട് എന്ന് ആനന്ദ് കൂടി പറയുകയാണ്. പിന്നീട് സ്നേഹ അർജുനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തെളിവുകളൊക്കെ പഠിച്ച് അതെല്ലാം എഴുതി വെക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കട്ടെ. അപ്പോഴാണ് അവിടെ അഖിലി ചായയുമായിട്ട് വരുന്നത്. അപ്പോൾ സ്നേഹ പറയാണ്, പൂജേച്ചിയുടെ ഈ തീരുമാനം വളരെ ശരിയായി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്തോ ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട് അഖിൽ എന്നൊക്കെ പറയട്ടോ. എന്തായാലും അർജുൻ സാറിൻ്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാൻ കഴിയും. അവളൊരു പെരുങ്കള്ളിയാണെന്നുള്ളതും അവളുടെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടെത്താൻ പൂജേച്ചിക്ക് കഴിയും എന്നൊക്കെ പറയട്ടോ. അവളുടെ സംസാരത്തിൽ എല്ലാം തന്നെ പൂജേച്ചിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പൂജേച്ചിക്ക് ഇത്രയും തൻ്റെ ഇടം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയട്ടോ. അപ്പോൾ അഖില് പറയുന്നുണ്ട്, പൂജേച്ചിക്ക് സ്നേഹസദനത്തിൽ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് പൂജേച്ചി വളർന്നു വന്നത്. അതുകൊണ്ടാണ് പൂജേച്ചിക്ക് ഇത്ര തൻ്റെ ഇടവും ഒരു ആത്മബലവും ഒക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്നേഹയുടെ ഫോണിലേക്ക് ഒരു കോള് വരാണ്ടോ. അങ്ങനെ ആ ഒരു കോള് ഒരു ഭീഷണി സ്വരത്തിലുള്ള കോള് തന്നെയായിരിക്കും. നിങ്ങൾ അർജുൻ്റെ കേസിൻ്റെ പുറകെ പോവാൻ പാടില്ല എന്നുള്ളതും ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ള സ്വരത്തിലായിരിക്കും കേട്ടോ അയാൾ വിളിച്ച് പറയുന്നുണ്ടാവുക. അപ്പോൾ സ്നേഹ പറയാൻ, അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കാണ്ടോ. അപ്പോൾ സ്നേഹ ഫോണൊക്കെ സ്പീക്കറിലിട്ടിട്ടുണ്ടാവും അഖിലും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, നിന്നെ അങ്ങ് കൊന്നു കളയുമെന്ന് പറയുമ്പോൾ, ആണോ നിങ്ങൾ കൊന്നു കളയുകയാണോ ചെയ്യുന്നത്? എങ്കിൽ ഞങ്ങളേനെ എങ്ങനെയാണ് നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? വണ്ടി ആക്സിഡൻ്റ് ആക്കിയിട്ടോ അതോ കത്തി എടുത്തിട്ടോ അത് ആരെങ്കിലും പറഞ്ഞയച്ചിട്ടോ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ, കൊന്നു കളയുമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊക്കയിൽ കൊണ്ട് കൊന്നു തള്ളിയിടുമെന്നങ്ങ് പറയട്ടോ. ആണോ എങ്കിൽ അതങ്ങ് എന്താടി നിന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് വീണ്ടും അയാൾ ചോദിക്കുമ്പോൾ അഖിലങ്ങ് ഫോൺ വാങ്ങാം കേട്ടോ. എന്നിട്ട് എന്താടാ നീ അവിടെ കിടന്ന് ചലച്ചോണ്ടിരിക്കുന്നത്? നിന്റെ ഈ ഭീഷണിക്ക് മുന്നിലൊന്നും ഞങ്ങളൊന്നും ഭയപ്പെടില്ല. മര്യാദയ്ക്ക് നേരിൽ മുട്ടാൻ വാടാ, നീ ആരാടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടായിട്ട് തന്നെ അഖില് സംസാരിക്കേണ്ട. അങ്ങനെ അഖിലിൻ്റെ സൗണ്ട് കേട്ടതോടുകൂടി അപ്പുറത്തെ സൈഡിലുള്ള ആൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അങ്ങനെ വീണ്ടും അതിലേക്ക് തന്നെ ഒരു കോൾ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ അഖില് പറയാണ്, ഞാൻ എടുത്തോളാം ഫോണ് എന്ന് പറഞ്ഞ് അഖില് വീണ്ടും അങ്ങ് ചൂടായി സംസാരിക്കാൻ, നീ മറഞ്ഞിരുന്ന് ഫോൺ ചെയ്യാതെ നേരിൽ വാടാ, എന്നിട്ട് മതിയടാ നിൻ്റെ സംസാരം. നീ വെറുതെ ഞങ്ങളോട് മുട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ് അഖിൽ ഒരുപാട് അങ്ങ് ചൂടായി സംസാരിക്കുകയാണ്. അപ്പോൾ അത് ജോർജൂട്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അഖിലെന്ന് ചോദിക്കുമ്പോൾ ജോർജൂട്ടി ചേട്ടനായിരുന്നോ? ഞങ്ങൾ വിചാരിച്ചു ഇപ്പം നേരത്തെ ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു ഫോൺ വന്നിരുന്നു, അതിൻ്റെ ആൾ തന്നെയാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അതല്ല, ഞാൻ വിളിച്ചത് നാളെ സ്നേഹ ഓഫീസിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ സ്നേഹ പറയണം വരുന്നുണ്ട് എന്ന് പറഞ്ഞേക്ക് എന്ന് പറയാട്ടോ. അപ്പോൾ അഖിൽ പറയുന്നുണ്ട് നാളെ ഉറപ്പായും സ്നേഹ ഓഫീസിൽ വരും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് സ്വാതിയെ പൂജ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നതെല്ലാം തന്നെ അത് പോലീസുകാർ അറിയാട്ടോ. അങ്ങനെ കുമാർ വന്ന് പറയുകയാണ് അർജുൻ്റെ ഭാര്യ പൂജ സ്വാതിയെ കണ്ടിരുന്നു, എന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ശേഷം സ്വാതിയുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. അവൾ എന്തൊക്കെയോ പൂജയോട് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെളിവുകളൊക്കെ പൂജയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പൂജ വന്നു പോയ ശേഷം സ്വാതിയുടെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പൂജ എങ്ങാനും അവൾ സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി എന്നൊക്കെ പറയട്ടോ. എന്നാൽ ഞങ്ങൾ എല്ലാവരും കോടതിയിലാകെ നാണം കെടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോടതിയിൽ പോലീസുകാരാകാൻ നാണം കെടുമല്ലോ. ഇപ്പോൾ ഒരു നിരപരാധിയാണ് ശിക്ഷിച്ചത് എന്നാവും പിന്നെ അടുത്തത് പത്രക്കാർ പറഞ്ഞു പരത്തുന്നുണ്ടാവുക. ഇത് തന്നെയാണ് ഈ ഒരു കേസിൻ്റെ കുഴപ്പം. വാദി പറയുന്നതും കേൾക്കണം, പ്രതി പറയുന്നതും കേൾക്കും. എന്ത് ചെയ്യും? ഏതിൽ പോയാലും പോലീസുകാർക്ക് തന്നെയായിരിക്കും കുറ്റം. എന്തായാലും നീ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ കുമാറിനോട് പറയുകയാണ് കേട്ടോ. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന ശേഷം അർജുനെ കോടതിയിൽ ആക്കണം. അതല്ലാതെ ഇതിനൊരു മാർഗവുമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നാണക്കേട് തന്നെയാണ്. എന്തായാലും സ്വാതിയെ പൂജ കാണാൻ വേണ്ടി ചെന്നിരുന്നു എന്നുള്ള കാര്യമൊന്നും ആരോടും പറയണ്ട, മീഡിയക്കാർ പോലും അറിയണ്ട. അപ്പോഴും നമുക്ക് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ട് ഇനി എങ്ങാനും ആ വക്കീലിന് സ്വാതി വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി നീ ഏറ്റെടുക്കണം എന്നൊക്കെ കുമാറിനോട് കമ്മീഷണർ പറഞ്ഞു കൊടുക്കുകയാണ്. കമ്മീഷണർ മഹേന്ദ്രനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് കുമാറിനോട് ചോദിക്കുമ്പോൾ ഇല്ല, അത്രയ്ക്കൊന്നും ലീവ് എടുത്ത് പോവാറില്ല. സാധാരണ ഇങ്ങനെയൊക്കെ കുറച്ച് ദിവസം ലീവിൽ പോവാറുണ്ട്, പക്ഷേ ഇത്രത്തോളം അധികമൊന്നും ദിവസം ലീവ് എടുത്ത് പോവാറില്ല. എന്തായാലും അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കമ്മീഷണർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്നൊക്കെയാണ് കേട്ടോ CI കുമാർ പറയുന്നത്. പിന്നീട് പൂജ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നായി പഠിച്ചിട്ട് തന്നെ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അർജുൻ്റെ കോട്ട് ധരിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ആ സമയത്ത് പൂജയ്ക്ക് അർജുൻ എടുത്തു വരുന്നത് പോലെ തോന്നുകയാണ്. അങ്ങനെ അർജുനുമായിട്ട് തോന്നലിൽ തന്നെ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സ്വാതിയെ കാണാൻ വേണ്ടി പോയതും എത്രയും പെട്ടെന്ന് അജുവേട്ടൻ്റെ നിരപരാധിത്വം ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അർജുൻ പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകുന്ന സമയത്ത് പൂജ പറയുന്നുണ്ട് അജുവേട്ടൻ്റെ ഈ കോട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് അജുവേട്ടൻ വന്നതുപോലെ ഒരു തോന്നൽ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത തവണ വരുന്ന സമയത്ത് കുറച്ച് നേരം കൂടുതൽ എനിക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇനി പറയണം എന്നൊക്കെ അർജുനെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് കേട്ടോ പൂജ. പിന്നീട് ജയിലിനകത്ത് അർജുനും ഷാജിയും കൂടി നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. ആ സമയത്ത് ജയിലിനകത്ത് മറ്റൊരു ഗുണ്ട വരികയാണ്. എന്നിട്ട് അർജുനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ആയിരിക്കും കേട്ടോ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അർജുനാണെന്നും കരുതിയിട്ട് ഷാജിയെ കുത്താൻ വേണ്ടിയിട്ട് അയാൾ ചെല്ലുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് നല്ല തടിയും നല്ല നീളവുമുള്ള ആളാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും എന്നും കരുതിയിട്ടാണ് അയാൾ ഷാജിയെ ഉപദ്രവിക്കുന്നത്. പെട്ടെന്ന് ആ സൗണ്ടും ബഹളമൊക്കെ കേട്ടിട്ട് അർജുൻ കൂടി അങ്ങ് ഉണരുകയാണ് കേട്ടോ. അങ്ങനെ ഷാജിയെ കത്തിയെടുത്ത് അയാൾ കുത്താൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അർജുനാണ് ഷാജിയെ രക്ഷിക്കുന്നത്. അപ്പോൾ ഷാജിയുടെ വിചാരം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് എന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ എനിക്ക് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഒരു ശീലമാണ്. പക്ഷേ അർജുൻ വക്കീലിൻ്റെ കൂടെ ഇവിടെ ജയിലിൽ കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് കരുതിയില്ല എന്ന് പറയുമ്പോൾ അർജുൻ പറയാണ് ഇത് നിന്നേക്കുള്ള കൊട്ടേഷനല്ല, എന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ ഇവിടേക്ക് വന്നത്, അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഷാജിയെ രക്ഷിക്കുന്നത് അർജുനാണ് കേട്ടോ. അപ്പോഴത്തേക്കും അയാൾക്ക് നല്ലൊരു അടി അർജുൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അയാളുടെ കയ്യിലേക്ക്, ആ കത്തിയുള്ള കയ്യിലേക്ക് അടിക്കുന്നത്. അങ്ങനെ സൗണ്ട് കേട്ടതോട് കൂടി അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസുകാർ വരും കേട്ടോ. എന്നിട്ട് വാർഡന്മാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ അങ്ങ് ചൂടാവണ്ട. ഇവിടെ എന്താ ജയിലിലൊരു സുരക്ഷിതത്വവും ഇല്ലേ? ഞങ്ങൾ ഉറപ്പായും ഇത് റിപ്പോർട്ട് നിങ്ങളെപ്പോലെ ഉള്ളവർ ഉണ്ടായിട്ടാണോ ജയിലിനകത്ത് മറ്റൊരു ഗുണ്ട കയറി വരുന്നത് എന്ന് പറഞ്ഞ് ചൂടാവാനിട്ട്. അപ്പോൾ ആ വാർഡന്മാർക്ക് ഒന്നും മിണ്ടാനാവാതെ തല താഴ്ത്തി നിൽക്കണം. മതി എന്നെ കിടന്നുറങ്ങാൻ നോക്കും. പോലീസുകാർ അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴൊക്കെ അർജുൻ ഇങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്നുള്ള കാര്യം അർജുന് മനസ്സിലാവുകയാണ്. പിന്നീട് സ്നേഹസദനത്തിൽ വിശ്വനാഥൻ അച്ഛന് ഉറക്കം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോഴാവും അവിടേക്ക് പ്രിയ വരുന്നത്. എന്നിട്ട് പ്രിയ നല്ലവളായിട്ട് തന്നെ എന്തു പറ്റി അച്ഛൻ
എന്താ പറ്റിയത് എന്നൊക്കെ ഒന്നുമില്ല, എനിക്കെന്താ ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ അച്ഛന് സുഖമില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പോയി കിടന്നോ എന്ന് പറയുമ്പോഴത്തേക്കും മല്ലിക കൂടി അവിടെ വരിക കേട്ടോ. എന്താണ് പ്രിയ എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛന് തീരെ ഉറക്കമൊന്നും കിട്ടുന്നില്ല, അച്ഛനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുള്ള ടെൻഷൻ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് പൂജയോട് ആദ്യമൊക്കെ ദേഷ്യമുണ്ടായിരുന്നു, പണ്ട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നും ഇല്ല. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ പൂജയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത് എന്നൊക്കെ പ്രിയ ഇങ്ങനെ പറഞ്ഞ് നല്ലവളായിട്ട് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, നീ പോയി കിടന്നുറങ്ങുക എന്നും പറഞ്ഞ് മല്ലികയും പ്രിയേനെയും അവിടുന്ന് പറഞ്ഞയക്കാൻ കേട്ടോ. എന്നിട്ട് വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ടെൻഷനായിട്ട് തന്നെ അവിടെ കിടന്ന് ആലോചിച്ച് പൂജയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവിടെ കിടക്കുകയാണ്.